ഇത് ഒരു സ്വപ്നമായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ ഇതൊരു പ്രതീക്ഷയാണ്, ആകാശം അതിരായ പ്രതീക്ഷ. സ്വപ്നത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് റിപ്പോർട്ടർ നടന്നത് ഉറച്ച കാൽവയ്പുകളോടെയാണ്. ഇനി പ്രയോഗഭൂമിയിലേക്ക് ചുവടുവെക്കുന്നതും അങ്ങനെ തന്നെ. ദൂരക്കാഴ്ചകളിൽ നഷ്ടപ്പെടുന്ന സൂക്ഷ്മതകൾ തേടുകയാണ് റിപ്പോർട്ടർ. ഉച്ചഭാഷിണികളിൽ ഒടുങ്ങിപ്പോകുന്ന വിശദാംശങ്ങളിലേക്ക് ചെവി തുറക്കുകയാണ് റിപ്പോർട്ടർ. സംവേദനത്തിന്റെ പുതിയ സാധ്യതകളിലേക്ക് മലയാളത്തെ നയിക്കുകയാണ് റിപ്പോർട്ടർ. അത് അത്ര എളുപ്പമാണോ എന്ന ചോദ്യം ചുറ്റിലും മുഴങ്ങുന്നുണ്ട്. അല്ലെന്നറിയാം. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മലയാളികളെ റിപ്പോർട്ടർമാരാക്കുക എന്നുള്ളതാണ് ടെലിവിഷൻ കൊണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ടെലിവിഷൻ കൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ വിഷയം എന്നുള്ള നിലയിൽ പരിസ്ഥിതിയെ മുൻനിർത്തിക്കൊണ്ട്, അഴിമതിക്കെതിരായ കുരിശുദ്ധം തന്നെ നടത്തിക്കൊണ്ട് വികസനോന്മുഖമായ റിപ്പോർട്ടിംഗ് ആണ് റിപ്പോർട്ടർ ഉദ്ദേശിക്കുന്നത്. ചാനൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കർമ്മമാണ്. ആ കർമ്മത്തിൻ്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും എത്തുന്നത്. ധീരമായി സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക. ഈ വെളിച്ചത്തിൻ്റെ ശക്തി കൊണ്ട് അന്ധകാരം നീങ്ങുകയും നമുക്ക് എല്ലാവർക്കും തന്നെ കൂടുതൽ ധൈര്യത്തോടു കൂടി സത്യത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യണം. കാര്യം നിസ്സാരവും കാഴ്ച കെട്ടുകാഴ്ചയുമായി മാറുന്ന ഒരു കാലത്ത് കണ്ണു തുറന്ന് ജീവിക്കുക എളുപ്പമല്ല. ജീവിതം കൊണ്ട് മറുപടി നൽകുക തീരെയും. പക്ഷേ റിപ്പോർട്ടർ അതിനൊരുങ്ങുകയാണ്. കാഴ്ചകളെ ഉൾക്കൊള്ളാൻ, പുതിയ അനുഭവമായി അവ നിങ്ങളിലെത്തിക്കാൻ ഒരു പുതിയ സംവേദനശീലമൊരുക്കുകയാണ് റിപ്പോർട്ടർ. സഹിൻ ആന്റണി, റിപ്പോർട്ടർ ടിവി, തിരുവനന്തപുരം. കൺവെൻഷണൽ മെത്തഡ്സിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് മീഡിയ ജനങ്ങളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ജേർണലിസം ജനങ്ങളിലേക്ക് എത്തുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ഹൈ ഡെഫിനിഷൻ ന്യൂസ് പോർട്ടൽ ഇൻ ഇന്ത്യ. ആൻഡ് സെക്കൻഡ്ലി, വി ആർ ഗോയിങ് ടു ചേസ് പീപ്പിൾ വിത്ത് ന്യൂസ്. വി ആർ ഗോയിങ് ടു സെൻഡ് ന്യൂസ് ടു മൊബൈൽ. ആൾക്കാർക്ക് സ്പെഷ്യലൈസ്ഡ് ന്യൂസ് ബുള്ളറ്റിൻ ഓൺ യുവർ മൊബൈൽ. ന്യൂസിന് വേണ്ടി ഇനി കാത്തു നിൽക്കേണ്ട, ന്യൂസ് നിങ്ങളെ തേടി വരുന്നു. അതുപോലെ തന്നെ വി ആർ ഗോയിങ് ടു ട്രാൻസെൻഡ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് റിപ്പോർട്ടർ ടി വി കാണാം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബി എ റിപ്പോർട്ടർ. നിങ്ങളും ഒരു റിപ്പോർട്ടറാണ്. കേരളത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള മലയാളികളുടെ ആശങ്കകൾക്ക് സ്വന്തം അസ്തിത്വം കൊണ്ട് ഉത്തരമൊരുക്കുകയാണ് റിപ്പോർട്ടർ. ഇനി കേരളത്തിന്റെ ശ്വാസഗതിയെ റിപ്പോർട്ടർ നിയന്ത്രിക്കുമെന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യമാണ് കൈമുതൽ. ഒരു കാര്യം ഉറപ്പ് പറയാം, തെറ്റുപറ്റാം, അബദ്ധങ്ങളും. പക്ഷേ വിഡ്ഢിത്തമുണ്ടാവില്ല. അപ്പോൾ നികേഷ് കുമാറിൻ്റെ മേധാവിത്വത്തിൽ ഈ റിപ്പോർട്ടേഴ്സ് ചാനലിന് വളരെയധികം നല്ല ഭാവി ഉണ്ട് എന്നുള്ളത് അതിലെനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഈ റിപ്പോർട്ടേഴ്സ് ചാനലിനും ഇതിൻ്റെ FD ആയിട്ടുള്ള നികേഷ് കുമാറിനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇത് ഒരലങ്കാര വചനമല്ല, അഹങ്കാരവുമല്ല, ആത്മവിശ്വാസം മാത്രമാണ്. കാരണം കാത്തിരിക്കുന്ന മനുഷ്യരുടെ ബോധ്യത്തെക്കുറിച്ച് റിപ്പോർട്ടർക്ക് തികഞ്ഞ ബോധമുണ്ട്. ആ ബോധമാണ് റിപ്പോർട്ടർ ടീമിന്റെ അടിത്തറ. റിപ്പോർട്ടർക്ക് സംവദിക്കാനുള്ളത് പുതിയ മലയാളിയോടാണ്, പുത്തൻ കാലത്തോടാണ്, മാറുന്ന ലോകത്തോടാണ്.